േക്കാലിൽ തന്നെ എത്തി. കുറുന്തോട്ടിക്കാണ് വാദം പിടിച്ചത്, വേലിയാണ് വളർത്തുന്നത്. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കളെപ്പറ്റി, മുസ്ലിങ്ങളെപ്പറ്റി, ക്രിസ്ത്യാനികളെപ്പറ്റി, സുന്നികളെപ്പറ്റി, മുജാഹിദുകളെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രീയ രംഗത്ത് അവർക്ക് ഇസ്ലാം മതമല്ല. മുജാഹിദ് കൈകെട്ടുന്നിടത്ത് ഇസ്ലാം മതമുണ്ട്, തൗഹീദിൽ ഇസ്ലാം മതമുണ്ട്, നമസ്കാരത്തിലും സക്കാത്തിലും നോമ്പിലും ഹജ്ജിലും ആരാധനകളും അനുഷ്ഠാനങ്ങളിലും ഇസ്ലാം മതമുണ്ട്. രാഷ്ട്രീയത്തിൽ മുജാഹിദുകൾക്ക് ഇസ്ലാം മതമില്ല എന്ന്. ശരി, ജമാഅത്തുകാർ രാഷ്ട്രീയത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ജാതി മത പരിഗണനകൾ കൂടാതെ മൂല്യബോധമുള്ളവർക്ക് വോട്ട് കൊടുക്കുക. വോട്ട് കൊടുക്കുമ്പോൾ മതം നോക്കണ്ട. പിന്നെന്താ നോക്കേണ്ടത്? മതമല്ലാത്ത എന്ത് മൂല്യത്തിലായി ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്? മതമല്ലാത്ത എന്ത് മൂല്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്? വടകരയും ബേപ്പൂരും മാധ്യമത്തിലെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട ഇന്ത്യ രാജ്യത്ത് ബിസ്മിയും ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് RSSകാർക്കും BJPക്കും ആദ്യമായി വോട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതോ സമുദായത്തിൻ്റെ സേവനം, ഇതോ ഇസ്ലാമിൻ്റെ സേവനം. അതിൻ്റെ ഫലമോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള നാളുകളിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം RSSന്റെ നേതാവ് എറണാകുളത്ത് വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മാലയിട്ട് സ്വീകരിച്ചു. ഒലവക്കോട്ട് ജമാഅത്ത് അമീർ മുഹമ്മദ് യൂസുഫ് സാഹിബ് വന്നപ്പോൾ RSSന്റെ അവിടുത്തെ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചു. എന്താ പ്രശ്നം? രാഷ്ട്രീയത്തിൽ മതം നോക്കണ്ട ഇല്ലേ? അപ്പോൾ മുജാഹിദുകൾ എന്താ ചെയ്തത് തെറ്റ്? സുന്നികൾ എന്താ ചെയ്തത് തെറ്റ്? ഹിന്ദുക്കൾ എന്താ ചെയ്തത് ഈ വിഷയത്തിൽ? ഇതാരാ ചെയ്തത്? ബിസ്മിയും ചൊല്ലി RSSകാരന് വോട്ട് ചെയ്തത് ആരാ? വടകരയും ബേപ്പൂരും 1991 ഇന്ത്യ രാജ്യത്ത് RSSന്റെ BJPയുടെ ചിഹ്നത്തിലല്ലാതെ മത്സരം നടക്കുന്ന 2 മണ്ഡലമാണുള്ളത് വടകരയും ബേപ്പൂരും. വാജ്പേയിയും അദ്വാനിയും ജോഷിയും ബാൽതാക്കറയും ഉമാഭാരതയും ഒക്കെ മത്സരിക്കുന്നു ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ. അവിടെയൊന്നും ജമാഅത്തെ ഇസ്ലാമി അവർക്കെതിരെ വോട്ട് ചെയ്യാൻ ആഹ്വാനം നൽകിയില്ല. എവിടെ BJPയുടേതല്ലാത്ത ചിഹ്നത്തിൽ 2 ആളുകൾ മത്സരിച്ചുവോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു നമ്മളെ മുഖ്യ ശത്രു ഇവരാണ്. നോക്കണം, അഡ്വാനിയല്ല ശത്രു, വാജ്പേയിയല്ല ശത്രു, ബാൽതാക്കറയല്ല ശത്രു, ജോഷിയല്ല ശത്രു, ഉമാഭാരതിയല്ല ശത്രു. പിന്നെയോ വടകരയിലും ബേപ്പൂരിലും അവിടെ BJPയുടെ ടിക്കറ്റിലല്ല അവിടെയുള്ള ആളുകൾ മത്സരിക്കുന്നത്. അപ്പോ എന്താ വിരോധം? RSSനോടല്ല, BJPയോടല്ല, വേറെ ആരോടുള്ള വിരോധം? ഇതാണോ ഇസ്ലാം മതം? ഇതൊക്കെ അള്ളാഹുവിന്റെ പേരിലാണല്ലോ ഇത് അല്ലേ? ബിസ്മി ചൊല്ലിയല്ലേ? ഇബാദത്തല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല ജമാഅത്തിന്റെ വാദം. ഇതൊക്കെ ഇബാദത്താണ് അല്ലേ? ഇതെന്ത് ഇബാദത്താണ്? അള്ളാഹു പഠിപ്പിച്ചതാ, റസൂല് പഠിപ്പിച്ചതാ, ഖുർആനിലുള്ളതാ, സുന്നത്തിലുള്ളതാ? അല്ല. ശരി, ഈ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മിക്കവാറും എല്ലാ പാർട്ടികൾക്കും ഞങ്ങളുടെ വോട്ട് കിട്ടി. മാധ്യമത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വക വാർത്ത എന്ത്? മിക്കവാറും എല്ലാ പാർട്ടികൾക്കും ഞങ്ങളുടെ വോട്ട് കിട്ടി. അപ്പം എന്താ ഇവിടെ ഹിന്ദുവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം? ഈ വിഷയത്തിൽ ക്രിസ്ത്യാനിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുജാഹിദും ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുജാഹിദുകളെ കുറിച്ച് പറയും, മുജാഹിദുകൾ നമസ്കാരത്തിൽ ഒറ്റക്കെട്ടാണ്. അൽഹംദുലില്ലാ, ശരിയാണ്. പക്ഷെ അതിന് കാരണമുണ്ട്. എന്താ? സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ നെഞ്ഞത്ത് മാത്രം കൈകെട്ടുന്നത്. കൈകെട്ടിയില്ലെങ്കിൽ പോലും നമസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശബാബ് വിറ്റ് നടന്ന കുട്ടികളെ ഞങ്ങൾ പുറത്താക്കി. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. തറാവീഹ് എണ്ണം എത്രയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു നമസ്കാരത്തെപ്പറ്റി വ്യത്യസ്തമായ എണ്ണങ്ങൾ സ്വീകരിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല എന്ന് പ്രബോധനത്തിൽ വരേണ്ട വാചകം ശബാബിൽ വന്നപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറിയെന്ന്, ഞങ്ങളൊന്ന് പോയിക്കോട്ടെ. മനസ്സിലായോ? അതുകൊണ്ടാണ് റസൂല് പറഞ്ഞതുകൊണ്ടാ. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ ഈ രീതിയിലുള്ള
ഒരനുസരണ പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? പള്ളിയിൽ മുജാഹിദുകൾ ഒറ്റക്കെട്ടാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ മുജാഹിദ് കം ലീഗ്, മുജാഹിദ് കം കോൺഗ്രസ്, മുജാഹിദ് കം ദള്, മുജാഹിദ് കം RSP, മുജാഹിദ് കം അത്. ഓക്കെ, ശരി. എന്നാ ജമാഅത്തെ ഇസ്ലാമിയോ? കൂരിയാട് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ ജമാഅത്തുകാർ നമസ്കാരത്തിൽ ഒറ്റക്കെട്ടാണോ? അല്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അഭിപ്രായ ഐക്യമുണ്ടോ? മതത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഐക്യമുണ്ടോ? പറ. ഇല്ല, അതുമില്ല. എന്നാ പുറത്തിറങ്ങിയാലോ തിരുവനന്തപുരത്ത് ജമാഅത്ത് കം കോൺഗ്രസ്, കുന്നമംഗലത്ത് ജമാഅത്ത് കം ജനതാദള്, കോഴിക്കോട് ജമാഅത്ത് കം ദള് ലീഗ്, എറണാകുളത്ത് ജമാഅത്ത് കം വട്ടപൂജ്യം. ഒന്നുമില്ല, വോട്ടിങ്ങില്ല, ആർക്കും വോട്ടിങ്ങില്ല. ഇതല്ലേ? എവിടെ ജമാഅത്തിന്റെ രാഷ്ട്രീയ ഐക്യം? എവിടെ ജമാഅത്തിന്റെ രാഷ്ട്രീയ ഐക്യം? അല്ലാഹു ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മളോട് എന്ത് പറഞ്ഞു? ആ പറഞ്ഞതാണോ ജമാഅത്ത് പ്രവർത്തിച്ചത്? ചിന്തിക്കുക. അപ്പോൾ ഇബാദത്ത് എന്ന വിഷയം എന്തിനു വേണ്ടി ചർച്ചക്കിട്ടു? ആരെ രക്ഷിക്കാൻ വേണ്ടി? ആരാ രക്ഷപ്പെട്ടത്? ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഇബാദത്തിന്റെ വിഷയമാണ്. ഇതുമായി കണക്ട് ചെയ്യപ്പെട്ട കുറേയേറെ വിഷയങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു പോവുകയാണ്. സംശയങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരിക്കാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജമാഅത്തെ ഇസ്ലാമി നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് തവണകളായി ആവർത്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ജീവിതം മുഴുവൻ ഇബാദത്ത് എന്ന്. ഇബാദത്തല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇബാദത്തല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പ്രബോധനത്തിൽ വന്നത്. അപ്പോൾ ജീവിതം മുഴുവൻ ഇബാദത്ത്. ഇതാര് പഠിപ്പിച്ചു? അത് പഠിപ്പിച്ചതാണോ? അല്ല. റസൂല് പഠിപ്പിച്ചതാണോ? അല്ല. ഈ ആയത്താ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ മനുഷ്യനെയും ജിന്നിനെയും പടച്ചിട്ടില്ല. കണ്ടില്ലേ? ഇബാദത്തിന് വേണ്ടി മാത്രമാണെന്നാണ്. ബാക്കിയും കൂടി ഓതിയാൽ മതി. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. അവരോട് ഞാൻ ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് തിന്നാൻ തരണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തേ പറയുന്നുള്ളൂ? ഇബാദത്ത് എനിക്ക് തരണം എന്ന് മാത്രം. അപ്പോ ഇബാദത്തല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? ആണോ? അല്ല. അപ്പോ അതെങ്ങനെയാ സംഭവിക്കുക? ഇബാദത്തല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ലാതെ വേറെന്തെങ്കിലും ചെയ്താൽ എന്താകും? ഇബാദത്തല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ എന്താകും? എന്നാൽ റസൂലുള്ളാഹി എന്താ പറഞ്ഞത് ഇതിനെപ്പറ്റി? വലാകിൻ യാ ഹൻളല സാഅത്തൻ വസാഅത്തൻ. പക്ഷേ ഹൻളല ഇടക്കിടക്ക് മതി, എപ്പോഴും വേണ്ട. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ആരോട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഹൻളല റളിയല്ലാഹു അൻഹുവിനോടും. അവർക്കത് മനസ്സിലായി. ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അത് മനസ്സിലാകണ്ടേ? വേണം. ഇബാദത്തല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? മത നിയമങ്ങൾ അറിയാവുന്ന ആളുകൾ ധാരാളം ഈ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ 5 അൽ അഹ്കാമുൽ ഖംസ. 1, നിർബന്ധം. എടുത്താൽ കൂലിയുള്ളത്, എടുക്കാതിരുന്നാൽ ശിക്ഷയുള്ളത്. ഹറാമ്. എടുത്താൽ ശിക്ഷയുള്ളത്, എടുക്കാതിരുന്നാൽ കൂലിയുള്ളത്. അല്ലേ? സുന്നത്ത് അല്ലെങ്കിൽ മന്ദൂബ്. എന്താണ്? എടുത്താൽ പുണ്യമുള്ളത്, ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തത്. കറാഹത്ത്. ഒഴിവാക്കിയാൽ പുണ്യമുള്ളത്, എടുത്താൽ കുറ്റമില്ലാത്തത്. ഹലാല്. എടുത്താലും ഒഴിവാക്കിയാലും കൂലിയില്ലാത്തത്. ഇബാദത്ത് കൂലിയുള്ള കാര്യമല്ലേ? അല്ലേ? ഇബാദത്ത് കൂലി കിട്ടുന്ന കാര്യമല്ലേ? കൂലി കിട്ടാത്ത ഇബാദത്ത് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഹലാല് എന്നൊരു വശം ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അത് ഇബാദത്താണോ? എന്നാ പിന്നെ ഹലാലും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളും ഒന്ന് മീശ തടവി, അത് ഇബാദത്താ. നമ്മളൊന്ന് താടി തടവി, അത് ഇബാദത്താ. ഒന്ന് തലയൊറിഞ്ഞു, ഇബാദത്താ. ആണോ? നിങ്ങൾ പറയും. ഇബാദത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആർക്കാ കൂടുതൽ അറിയാം? റസൂലിനല്ലേ? ആണ്. അന ആലമുക്കും അൻതും ആലവും ബി ഉമൂരി ദുനിയാക്കും അന ആലമുക്കും അത്ഖാക്കും ബില്ലാഹ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആലിമ്, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മുത്തഖി എന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. അൻതും ആലവും ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുക എന്ന് പറഞ്ഞു. അതൊക്കെ ഇബാദത്താണെങ്കിൽ എന്തായി അർത്ഥം? ഇസ്ലാമിന്റെ കുറച്ച് കാര്യം എനിക്കറിയുള്ളൂ, ദുനിയാവിന്റെ കാര്യമാകുന്ന ഇബാദത്തുകളൊക്കെ നിങ്ങൾക്കാണ് അറിയാൻ. ഇങ്ങനെയാണോ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പോൾ ജീവിതം മുഴുവൻ ഇബാദത്താണോ?
അല്ല. അങ്ങനെ ആക്കാൻ പറ്റുമോ?